ബേബി ഗേൾ സിനിമ തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഈ ഒരു കുട്ടിയെ എവിടെ നിന്ന് കിട്ടും എന്നൊരു പേടിയുണ്ടായിരുന്നു. ഇല്ല, ഓണസ്റ്റ്ലി ഞങ്ങൾ ആ സമയത്ത് അതിനെപ്പറ്റി ഓർത്തതേ ഇല്ലായിരുന്നു. അത് വലിയ മണ്ടത്തരായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആക്ച്വലി ഞങ്ങളത് വളരെ ഈസി ആയിട്ട് കിട്ടും എന്ന് വിചാരിച്ചതാണ്. പിന്നീട് ഇപ്പം ഇന്നത്തെ ആക്ച്വലി സംസാരത്തിൽ സംഗീത് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തത് അത് നമ്മൾ ഓർക്കാതിരുന്നത് ശരിക്കും സാധാരണ കുഞ്ഞിനെ നമ്മളൊരു സിനിമയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തിന് വേണ്ടി മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോൾ അത് വളരെ ഈസിയായി കിട്ടാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു 30-40 ദിവസത്തിന് ഒരു കുട്ടിയെ ഫുൾ ടൈം വേണമെന്നുള്ളത് നമ്മൾ മെൻ്റലി ഓർത്തിട്ടില്ല. ആൻഡ് ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന സമയത്ത് ഒരു 10 days കഴിഞ്ഞ ഒരു ബേബി ന്യൂ ബോൺ ബേബി തമ്മിൽ വളരെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. കൈയിൻ്റെ സൈസ് തൊട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. കണ്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കൈക്കുഞ്ഞ് പൊടിക്കുഞ്ഞെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഡിഫറൻസ് ഹ്യൂജ് ആണ്. അത്രയും എലമെൻറ്റ്സ് നമ്മൾ നോക്കാറ്, ഡീറ്റെയിൽസ് നോക്കി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമൊന്നും അല്ല നമുക്കൊരു കൈക്കുഞ്ഞെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് എനിക്കൊന്നൊരു 3 മാസത്തോളം നമ്മൾ ആളെ ചോദിച്ച് അന്വേഷിച്ച് തപ്പി. പിന്നെ അഖിലിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു, ഞങ്ങളാരും അറിഞ്ഞില്ല. അഖിൽ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് അത് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു കറക്റ്റ് അല്ല അങ്ങനെ ഞങ്ങൾ ഗരുഡൻ ഷൂട്ടർ പോകുമ്പോൾ തന്നെ കഥ പറഞ്ഞു. ആ സമയത്ത് പ്ലാനിങ്ങിലായിരുന്നു എപ്പോഴേ പ്ലാനിലായിരുന്നു. ഓർക്കല്ലേ, ഗരുഡന്റെ പ്രൊമോഷൻ നമ്മള് ദുബായി പോകുമ്പോ തന്നെ ഈ കഥ പറഞ്ഞു. അന്ന് തൊട്ട് പ്ലാനിങ് തോന്നുന്നു പ്രൊമോഷൻ പോലെ നിൽക്കാതെ തിരിച്ചു വന്നിരുന്നു.